ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എൻ്റെ ഉമ്മാക്കൊക്കെ എന്ത് ഇഷ്ടമായിരുന്നെന്നോ കഞ്ഞിയുടെ കൂടെ ചക്കക്കൂട്ടാനും കൂടെ കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിക്കൽ. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൾ ചക്ക നുറുക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ട് കാര്യമുണ്ടല്ലോ, ഒന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാം, ചക്ക കൂട്ടാൻ കഴിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചക്ക കൊത്തി നുറുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചക്ക നുറുക്കിക്കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചക്ക വേവിക്കാം കേട്ടോ. അങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നത് കൊണ്ട് ചക്ക കുക്കറിലിടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് വേണ്ട തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും കൂടി അരച്ചതാണ് കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കൂട്ടാനും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കൂട്ടാൻ റെഡിയായി. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വാദിഷ്ടമായ ചക്കക്കൂട്ടാൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.